ആരാ? ഞാൻ മുതലാളിയുടെ ഡ്രൈവറാ. ഏത് മുതലാളി? എസ്തപ്പൻ സാറിന്റെ ഉറ്റ ചങ്ങാതിയല്ലേ? ഇനി ഇയാളെ സഹിക്കണോ? മുതലാളി പാറക്കൽ തറവാടെത്തി, ഇറങ്ങാം. ഇതാണോ പാറക്കൽ തറവാട്? അതെ. ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ജയിലിലെ ക്യാൻറ്റീൻ. പൂർ ഫാമിലി. അംബാനി അംബാനി. എക്സ്ക്യൂസ് മീ, അംബാനി. ഹലോ അംബാനി, പറയളിയാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മോളുടെ കല്യാണം കലക്കി കേട്ടോ, എസ്പെഷ്യലി നിതേച്ചിയുടെ ബിന്ദാരു. ഓ, ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റില്ല. അംബാനി. ഇത് അംബാനിയാണോ? ഇതല്ലെന്നേ ഫോണില്. അംബാനിക്ക് മലയാളം അറിയോ? കൈ പൈസ ഉണ്ടെങ്കിൽ ഭാഷയൊക്കെ ഒരു വിഷയമാണോ? അംബാനി ബോൾഡാ, കച്ചവടം കഴിച്ചേ. എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബോൾട്ടാ മറക്കണ്ട. എത്ര കാലമായി അകയിലെ ഹം അകയിലെ തും. പിന്നെ ആധാർ കാർഡ് മൊബൈലായിട്ട് ബന്ധിപ്പിക്കാൻ മറക്കണ്ട, ചിലപ്പോ ലൈൻ കട്ടോ. അയ്യേ, മല്ലിയായിട്ട് കോഴിയുടെ പാടേ ചെറ്റാഹേ. അപ്പൊ ഓക്കേടാ, പിന്നെ പ്യാർക്കിയ. ഈ ലാസ്റ്റ് പറഞ്ഞത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അത് പിന്നെ വിളിക്കാന്ന് ഹിന്ദിയിൽ. അപ്പൊ നാളെ വിളിക്കാന്ന് പറഞ്ഞാൽ അത് പ്യാർക്കിയാത്തോ ഡർനാക്കിയ. ഡ്രൈവർ സാർ, എന്റെ മാനേജറെ വിളിച്ചിട്ട് അംബാനിയുടെ അക്കൗണ്ടിൽ 100 കോടി ട്രാൻസ്ഫർ ചെയ്യാൻ പറയൂ. പാവം, ചിറ്റായിട്ടില്ല. ഏതായി 2 കൺട്രീസ്? ഞാൻ ധർമ്മപുത്രൻ. ബ്യൂട്ടിഫുൾ നെയിം. ഞാൻ ഈശോ. ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിനോട് എന്റെ അന്വേഷണം. ഡ്രൈവർ സാർ, എസ്തപ്പാൻ എവിടെ? എസ്തപ്പാൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ മീ നൗ. ഹൗ? Okay. സാർ, ദേ സാർ. എടാ എസ്തപ്പാനെ, bloody fool, idiot, rascal, monkey. സാറിന്റെ വലിയ ദോസ്താ. ഇങ്ങനെ ദോസ്തിനെ പറ്റി എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. MBBS. MBBS നോ? Yeah, the MBBS. മറ്റേ ഡിഗ്രിക്ക് ഞാൻ MBBS പോയി, നീ ആനപ്പെട്ട പറക്കാം. What a surprise. By the way, ഏതായി വെള്ളക്കാരൻ? ഏത് പള്ളിയിലോ? ഫാദറിലോ? ഓ, ഹലോ. ഹലോ, എന്താ പേര്? What is your name? പേര് ആനക്കാട്ടിൽ കുടുംബത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചന്റെ മകൻ ചാക്കോച്ചി. ഓ, വലിയ തറവാടാ മുതലാളി. അപ്പൊ ഞാനോ? സാറ് മുതലാളി, ഇത് മുതലാളി. കോട്ടയം ശങ്കുണിയുടെ ഐതിഹ്യമാലയിൽ ആനക്കാട്ടിൽ ഫാമിലിയെ പറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നു. ജസ്റ്റ് ബ്രെയിൻ ട്യൂമർ അല്ലേ സപ്പാനെ? ഈ നിൽക്കുന്ന പോലെ 10-30 ആനകൾ മുതലാളിയുടെ വീട്ടിലുണ്ട്. അപ്പൊ ഈ കോടനാട് ആന വളർത്തിയ പുള്ളിയുടെ ഈ കുരുട്ടടയ്ക്ക് എന്താ പണി? ഇവിടുത്തെ ചെറിയൊരു ആനന്റെ പാപ്പാന. കള്ളനെ നമ്പിയാലും നമ്പരുത്. വന്ന കാലി നിൽക്കാതെ അകത്തോട്ടിരിക്കാം. അയ്യോ, AC ഇല്ല അല്ലേ? ഇതൊരു പഴയ തറവാടല്ലേ? പഴയ AC വെച്ചാ പോരെ? നോ പ്രോബ്ലം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോ. By the way, hi. What's your name? റോസി. Beautiful name. എന്റെ സ്വന്തം മോളാ. കണ്ടാ പറയില്ല. നല്ല മധുരമ. മധുരം കൂട്ടിക്കൊണ്ടേക്കും. ഇറ്റ്സ് ഓക്കെ. അത് ശരിയേട്ടോ. തോട്ടി ഒഴുകി ആനയെ പോലെ നിൽക്കാതെ ആ ബാഗും പെട്ടിക്കെടുത്ത് കൊണ്ട് അകത്ത് വെക്ക്. ഞാനോ? പിന്നെ ഞാനാ. സർ, ചെല്ല് ചെല്ല് ചെല്ല്. ഓ, പറഞ്ഞു കേട്ടില്ലേ? Get the petties. ചെല്ലടോ. നിന്നെ ഞാൻ എടുത്തോളടാ. ഈ ഐറ്റുള്ള ആൾക്കാരെ ഡ്രൈവറാക്കി എങ്ങനെയാ? ഈ സാർ ഇവിടെ സാറേ, സാറെന്താ ഇവിടെ? നീയോ? നീ എന്താ ഇവിടെ? ഞാൻ എസ് സാറിന്റെ അടിമയാ. അടിമയോ? ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതം നായി നക്കി സാറേ. വലിയ വില കൊടുക്കേണ്ടി വന്നു. എന്തിലോട്ടെ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വന്നതാണ്. ഇവിടെ പലതും കാണും, പലരെയും കാണും. ഭയങ്കരനെ തുറന്ന് പിടിച്ചകത്താക്കി മുട്ടുകാരന് കയറ്റിക്കള ഞാൻ. ഇല്ല സാറേ, വാ തുറക്കില്ല. ഈ പെട്ടിയും ബാഗിലെടുത്തിട്ടേ അതോട്ട് വാ. സാറ് സ്ഥിരതാമസത്തിനാണ്. ഇനിയിപ്പോ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ലോ അല്ലേ? പറയാറായിട്ടില്ല. ഈ അനിൽ അംബാനിയാണ് മുകേഷ് അംബാനിയാണ് മൂത്തവരുടെ അച്ഛനാ. മണി അടിച്ചല്ലോ, ഫുഡ് റെഡി. എന്റെ ഫോൺ ബെല്ലടിച്ചതാ. ശരി. വീട്ടിലൊക്കെ ഫുഡ് റെഡി ആയി കഴിഞ്ഞാൽ ബെല്ലടിക്കൂ. വലിയ വീടല്ലേ, എല്ലാവരും കേക്കണ്ടേ? ജയിലിലൊക്കെ മാതിരി അല്ലേ? അതെ, ജയിലിലേക്ക് മാതിരി. അല്ല, ഇതാരാ? അയ്യോ, ആരാ ഇത്? ഞങ്ങളെ പുതിയ അടിച്ചു കളിക്കാരനാ, കോര. അത്ര പോരാ. ആ പെട്ടിയൊക്കെ വേറെ റൂമിൽ കൊണ്ടുവന്ന് നോക്ക്. ചെല്ലിപ്പോ. ശരിയല്ലേ സാറ് പറഞ്ഞിട്ടില്ലേ? പോ.
ആരോഗ്യ ഡ്രൈവർമാരൊന്നും വീണ്ടും അകത്ത് കയറ്റില്ലേ, പുറത്ത് കാറിനെ കഴുകാണ്ട് പോയി കഴുകി പോ. കാലത്ത് കഴുകിയതല്ലേ? സാറേ ഒന്നും കൂടി കഴിയാൻ എന്താ? 2 പ്രാവശ്യം കഴുകി. എന്നാ പോളിഷ് ചെയ്യും. പോലീസിയുടെ പോയിട്ട് ചെല്ല്. അതെ, അല്പം മര്യാദക്ക് സംസാരിക്കുന്നതാ നല്ലത്. ആ ഇന്ന മര്യാദ പഠിപ്പിക്കണ്ട. എനിക്ക് താനെ പഠിച്ചോളൂ അല്ലേ സാറേ? ഭക്ഷണപ്രിയനാണല്ലേ? കുറെ നാളായി ഇത്രയും രുചിയുള്ള ഒരു ഭക്ഷണം കഴിച്ചിട്ട്. അവിടെ ജയിൽ ഫുഡാണല്ലോ. ജയിൽ ഫുഡ്? അല്ല, ബംഗ്ലാവില് 3-4 ഡോക്ടേഴ്സ് കൂടിയിട്ടാണല്ലോ എന്റെ ഭക്ഷണ കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പൊ മതി. അതുകൊണ്ട് ഡേറ്റിങ്ങോട് ഡേറ്റിംഗ്. എന്റെ തടി കൂടാതിരിക്കാൻ, എനിക്ക് അസുഖം വരാതിരിക്കാൻ എല്ലാം ഡാഡിയുടെ ഏർപ്പാടാ. അതിനെ ഞാൻ ജയിൽ ഫുഡ് എന്നാ പറയാ. ഓ, ഈ ബംഗ്ലാ ജീവിതം മടുത്തന്നേ. എന്നും പോലീസ് സെക്യൂരിറ്റി, 10-300 പരിചാരകര്. റിയലി ബ്യൂട്ടിഫുൾ. ഡാഡി എന്ത് ചെയ്യുന്നു? ഡാഡി ചെത്തിന്റെ ചെത്ത് കക്ഷിയാ, അബ്കാരിയാ. ആ, നേരാ തിരുമേനി. ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അതെന്താ പോകാതിരുന്നേ? അവിടെ സ്കൂളില്ലല്ലോ. അല്ല അപ്പച്ച, അതൊരു വലിയ കഥയാ. അത് പിന്നീട് പറയാം. ഇപ്പൊ അവൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. തിരിച്ചാറൊഴിക്കോ? 2 കഷ്ണം. ദാ, ഇതുകൂടെ കുറച്ച്. അമ്മച്ചി കുറച്ച് മോര് കാച്ചിയത് ഒഴിക്കട്ടെ. എന്റെ മോള് ഉണ്ടാക്കിയതാ. കുട്ടി കാച്ചിയതാ? കുട്ടി കാച്ചിയാണെങ്കിൽ കുറച്ച് കാച്ചാം. ചെരിഞ്ഞോളൂ. ബ്യൂട്ടിഫുൾ ആയിട്ട്. എന്റെ മോളാ റോസ് കുട്ടി. ആരാ മോളാന്ന്? എന്റെ മോള്. ദാ. താങ്ക്സ്. സത്യത്തിൽ ഈ റോസിയുടെ അപ്പനാരാ? ദാണ്ടേ നിക്കണു. ഇടുക്കിയാണല്ലോ. അതെ അതെ. ബീഫും കൂടെ കഴിക്കുന്നേ. ഇതാ പപ്പടം കഴി. കൊണ്ടുപോടും. കഴിക്ക്. ആള് ചെറ്റാണെങ്കിൽ എന്റെ സ്വന്തം ഡ്രൈവർ. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. സാറേ, ബീഫ് ഫ്രൈ ഞാനുണ്ടാക്കിയതാ. ആണോ? ആ പോരാ, മസാല പിടിച്ചില്ല. ബീഫ് മൂത്തായിരുന്നു. വറുത്തരച്ചെങ്കിലും അങ്ങോട്ട് ഉഷാറായില്ല. കുറച്ച് നാളെ കുത്തുകൊണ്ട് ഇട്ടെങ്കിൽ പൊളിച്ചേനെ. അടുത്ത് തന്നെ കുറച്ച് നെഞ്ചടി മേടിച്ചിട്ട് ഞാൻ ഒലത്തി തരാം. ഓ, സാറിനപ്പ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഉണ്ടാക്കാൻ മുടുക്കണ. ഓ, പുകഴ്ത്തി പറയല്ല, ഞാൻ ഭയങ്കര കുക്കറാ. 1000 പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കൊരു 6 മണിക്കൂർ മതി. 6 മണിക്കൂർ മതിയോ? എന്റെ അമ്മോ. അതൊക്കെ ഇരിക്കട്ടെ സാറേ, ഈവനിങ് ചായക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണോ? എനിക്ക് ഗോതമ്പ് മതി. കഴിച്ചിട്ട് 4-5 ദിവസമായി. ഗോതമ്പുണ്ടാന്ന് പറയുമ്പോ ഈ അതിങ്ങനെ ഗോതമ്പ് പരത്തിയിട്ട് തേങ്ങ ഗോതമ്പുണ്ടാന്ന് പറഞ്ഞപ്പോഴേ വായിൽ വെള്ളം ഊറുന്നു. എനിക്ക് ഈ ഗോതമ്പുണ്ട് ഉണ്ടാക്കാൻ അങ്ങനെ. അതെ, ഞാൻ പറഞ്ഞത്. എന്റെ ഡ്രൈവർ ഉരുട്ടാൻ മെടുക്കനാ. ഉരുട്ടി തരുവോ? ഓ, നന്നായിട്ട് ഉരുട്ടി തരാം. നിനക്കും കഴിക്കും.